നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വരുന്നവർ ഇപ്പോൾ അന്വേഷിക്കുന്നത് തിരമാലകൾ എവിടെയെന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഏകദേശം ഒരു മാസത്തോളമായി ബീച്ചിൽ ഈ കാണുന്ന രീതിയിൽ തിരമാലകളില്ല. ഒരു കായലിനോ തടാകത്തിനോ സമാനമാണ് ബീച്ചിന്റെ കാഴ്ച. ബീച്ച് കാണാനെത്തിയ ചിലർ നിരാശയോടെ മടങ്ങുന്നുണ്ടെങ്കിലും മറ്റു ചിലർ കൗതുകത്തോടെ ഈ കാഴ്ച എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഒക്ടോബർ 15-ാം തീയതി രാത്രി 200 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു. കള്ളക്കടൽ പ്രതിഭാസമായതിനാൽ സുനാമി സാധ്യതയുണ്ടെന്ന് ബീച്ച് കാണാനെത്തിയവർ ആശങ്കപ്പെട്ടു. ഉടൻ തന്നെ പോലീസ് ബീച്ചിലെത്തിയവരോട് പ്രദേശത്ത് നിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒക്ടോബർ 16-ാം തീയതി രാവിലെയോടെ ഉൾവലിഞ്ഞ കടൽ പഴയ രീതിയിൽ തീരത്തോട് ചേരുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രതിഭാസം. തിരകളില്ലാത്ത കടലായി കോഴിക്കോട് ബീച്ച് മാറി. സത്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട പ്രതിഭാസം ഒന്നുമല്ല ഇത്. കടലിന്റെ തീരത്തോട് ചേർന്ന അടിത്തട്ടിൽ കടൽ ചെളി വന്ന് അടിഞ്ഞു കെട്ടിക്കിടക്കുമ്പോഴാണ് തിരമാലകൾ രൂപാന്തരപ്പെടാതെ കടൽ ഇങ്ങനെ നിശ്ചലമാകുന്നത്. ലോകത്തെ പല ഭാഗങ്ങളിലായി ഈ പ്രതിഭാസം പല കാലയളവിലായി നടക്കാറുള്ളതുമാണ്. കോഴിക്കോട് ബീച്ച് ഇതിനു മുമ്പും ഇങ്ങനെ കാണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഒരു സീസണൽ കാര്യമോ കാഴ്ചയോ അല്ലെന്ന് മാത്രം. അതുകൊണ്ടാണ് ബീച്ചിലെത്തുന്നവർക്ക് കൗതുകവും ആശ്ചര്യവും ഉണ്ടാക്കുന്ന കാര്യമായി ഈ പ്രതിഭാസം മാറുന്നത്. അപ്പൊ കോഴിക്കോട് ബീച്ചിലെത്തുന്നവർ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അധികം വൈകാതെ തന്നെ തീരത്തെത്തുന്ന നിങ്ങളെ തേടി തിരമാലകൾ എത്തിക്കോളും.